കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയുടെ കണക്കുകൾ വായിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി. നമുക്കറിയാം, കണക്കുകൾ വായിക്കുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇത്രയും കണക്കുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ദൈവം പ്രിയ മക്കളെ ആ നിലയിൽ ഒരുക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നല്ലവനാണ്, മതിയായവനാണ്. ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഏത് ആവശ്യങ്ങളിലും ദൈവം മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം പൂർണ്ണമായിട്ട് നിർവഹിച്ചു തരുന്ന ദൈവമാണ്. ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. നിങ്ങളുടെ മധ്യേ വീണ്ടും ദൈവജനമായിട്ട് നിൽപ്പാനായിട്ട് ദൈവം എന്നെ ഇടയാക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പാട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ചിന്തകളിലേക്ക് കടന്നു വന്നു. ആ പാട്ടിൻ്റെ ചില വരികൾ നിങ്ങളുടെ മുമ്പാകെ പാടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കുമൊക്കെ വളരെ പരിചിതമായിട്ടുള്ളൊരു പാട്ടാണ്. പ്രശസ്ത ഗായകനായ ജിം റീവ്സ് പാടി അത് വളരെ മനോഹരമാക്കിയ ഒരു ഗാനമാണ്. ഏകദേശം ഒരു 100 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ഗാനമാണ്. അതിലൊരു ശീല് നിങ്ങളുടെ മുമ്പാകെ പാടുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. Precious Lord, take my hand, lead me on, let me stand. I am tired, I am weak, I am worn. Through the storm, through the night, lead me on to the light. Take my hand, precious Lord, lead me home. ഈ പാട്ട് എന്തുകൊണ്ട് പാടി എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ഇതെഴുതിയ വ്യക്തിയുടെ പേര് തോമസ് ആൻഡ്രൂ ഡോർസെ എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ. തന്റെ 15-ാമത്തെ വയസ്സിൽ സംഗീത ലോകത്ത് യുവ ജനതയെ ത്രസിപ്പിച്ച ഒരു ഗായകൻ. അനേക ഗാനങ്ങൾ താൻ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാസ് മ്യൂസിക്കിലും അതുപോലെ ബ്ലൂ മ്യൂസിക്കിലും ഒക്കെ വളരെ മനോഹരമായിട്ട് ജനതയെ കൈകാര്യം ചെയ്ത ഒരു വ്യക്തി. തന്റെ 26-ാമത്തെ വയസ്സിൽ ഏറ്റവും കഠിനതരമായിട്ടുള്ള ഒരു രോഗം തനിക്ക് നേരിട്ടു. ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകും എന്നുള്ള ആ ഒരു നിലയിലേക്ക് എത്തി. തന്റെ പ്രശസ്തിയും തന്റെ സൗഹൃദങ്ങളും ഒന്നും തനിക്ക് തുണയായിട്ട് വന്നില്ല. എന്നാൽ ആ സമയത്താണ് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനായിട്ട് തനിക്കിടയായത്. കർത്താവിനെ കണ്ടുപിട്ടിയെന്ന് മാത്രമല്ല, തന്റെ ഗുരുതരമായിട്ടുള്ള രോഗത്തിൽ നിന്ന് ദൈവം തനിക്ക് വിടുതൽ നൽകി. 1928 താൻ സഭായോഗത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെയുള്ള പിൽഗ്രിംസ് ബാപ്റ്റിസ്റ്റ് ചർച്ചില് ഒരംഗമായിട്ട് താൻ തുടരുവാനിടയായി. മാത്രമല്ല, അവിടെയുള്ള കൊയറിലും അവിടുത്തെ സംഗീത ശുശ്രൂഷയിലുമൊക്കെ താൻ താല്പര്യമെടുക്കുകയും ആ നിലയിൽ തന്റെ ശുശ്രൂഷ നിർവഹിച്ചു വരികയാണ്. താൻ വിവാഹിതനായി. തന്റെ ഭാര്യയുടെ പേര് നെറ്റി എന്നാണ്. വിവാഹത്തിന്റെ പ്രാരംഭ നാളുകൾ മുന്നോട്ട് പോയി. ദൈവം തനിക്ക് ഒരു കുഞ്ഞിനെ നൽകുവാനായിട്ട് സാധിക്കുകയാണ്. തന്റെ വൈഫ് പ്രഗ്നൻസിയുടെ ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് ആയിരിക്കുകയാണ്. ആ സമയത്താണ് സെന്റ് ലൂയിസിൽ ഒരു വലിയ കോൺഫറൻസ്, ഒരു വലിയ ക്രൂസൈഡ് നടക്കുന്നുണ്ട്. അവിടെ പാടുവാനായിട്ട് തന്നെ ക്ഷണിക്കുകയാണ്. തനിക്ക് പോകുവാനായിട്ട് ഒട്ടും മനസ്സ് വന്നില്ല. എങ്കിൽ തന്നെയും ശുശ്രൂഷയുടെ ആ ഒരു നിർബന്ധം തന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് താൻ ആ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോവുകയാണ്. കേൾവിക്കാർ ആവശ്യപ്പെട്ട ഗാനങ്ങളെല്ലാം ആവർത്തിച്ച് താൻ പാടുന്നുണ്ട്. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷ താൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വേളയില് ഒരു വ്യക്തി ഓടി വരുന്നുണ്ട്. കയ്യിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു പേപ്പറുണ്ട്. അതൊരു ടെലഗ്രാമാണ്. യുവർ വൈഫ് ജസ്റ്റ് ഡൈഡ്. ഇത്ര മാത്രമാണ് അതിനകത്ത് ഉള്ളടക്കം ചെയ്തിരുന്നത്. 1000 തിരമാലകൾ ഒരുമിച്ച് തീർത്ത ആ പെരുമുഴക്കം തന്റെ ഹൃദയത്തിലുണ്ടായി. താൻ ശുശ്രൂഷയുടെ മധ്യേ ആണെങ്കിൽ പോലും തന്റെ ഹൃദയം വല്ലാതെ വിഷമിച്ചു. താൻ അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ തനിക്ക് മനസ്സിലാക്കുവാനിടയായി, തൻ്റെ ഭാര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ സമയത്ത് ഭാര്യ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ആ ആൺകുഞ്ഞ് ആ ദിവസം വൈകുന്നേരം വരെ ജീവനോടെ ഉണ്ടായിരുന്നു. ആ ആൺകുഞ്ഞും മരണപ്പെട്ടു. തൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി, ബ്രോക്കൺനെസ്സിലൂടെ താൻ കടന്നു പോവുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ ഒരു കോഫിനകത്ത് തൻ്റെ ഭാര്യയെയും ആ ജനിച്ച് മരിച്ച ആ കുഞ്ഞിനെയും അടക്കം ചെയ്ത് താൻ ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണ്. തനിക്ക് ആശ്വാസം കൈക്കൊള്ളുവാൻ യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അവനൊരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് കടന്നു പോവുകയാണ്. തനിക്ക് ആരെയും കാണുവാനായിട്ട് തോന്നുന്നില്ല, ആരോടും സംസാരിക്കുവാനായിട്ട് തോന്നുന്നില്ല. കഥകടച്ച് വീട്ടിനകത്ത് താൻ തനിയെ ആയിരിക്കുകയാണ്.
ദിവസങ്ങൾ കടന്നുപോയി. ആ ഡിപ്രഷന്റെ മധ്യത്തിൽ താൻ അനേക കാര്യങ്ങൾ ചിന്തിച്ചു. എന്തുകൊണ്ട് ദൈവമേ നീ ഇങ്ങനെ എന്നോട് ചെയ്തു? ഞാൻ തെറ്റായ വഴിയിലാണോ ഞാനിപ്പോൾ നിൽക്കുന്നത്? ഞാനായിരിക്കുന്ന സ്ഥലം നീ ഉദ്ദേശിക്കുന്നതല്ലയോ? ഇതിനേക്കാളും ഭേദമായിരുന്നുവല്ലോ ലോകപ്രകാരമുള്ള ഗാനാലാപവും അവിടെയുള്ള പ്രശസ്തിയും. ദൈവത്തെ സേവിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളത് താനിങ്ങനെ നിരാശയോടെ ചിന്തിക്കുകയാണ്. പിന്മാറിപ്പോകുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന വേളയിൽ തൻ്റെ ഒരു സുഹൃത്ത് പ്രൊഫസർ ഫൈറി എന്ന് പറയുന്ന വ്യക്തി തൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. ദിവസങ്ങളോളം തന്നോട് സാന്ത്വനത്തിന്റെ വാക്കുകൾ സംസാരിച്ചു. മാത്രമല്ല ഒരു സുഹൃത്തായിട്ട് താൻ കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഈ വ്യക്തിയെയും കൂട്ടിക്കൊണ്ട് നാം ഇങ്ങനെ മുറിക്കകത്ത് അടച്ചിരുന്നാൽ ശരിയല്ലല്ലോ, നമുക്കൊന്ന് പുറത്തോട്ട് പോകാം. അങ്ങനെ ഈ തോമസ് ആൻഡ്രൂ ഡോസിയെയും വിളിച്ചുകൊണ്ട് ഈ പ്രൊഫസർ കടന്നുപോയി. അടുത്തൊരു മ്യൂസിക് കോളേജിലേക്കാണ് പോയത്. അവിടെ വിശാലമായ ഹാളിൽ അനേക സംഗീത ഉപകരണങ്ങളുണ്ട്. അതൊരു ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു. ആ സൂര്യന്റെ ആ അരുണകിരണങ്ങൾ ആ ഗ്ലാസിന്റെ ഇടയിലൂടെയൊക്കെ കടന്നു വരുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയുന്നില്ല. താൻ അധികം സ്നേഹിക്കുന്ന ഗാനം വിനിയും ആലപിക്കുവാൻ തനിക്ക് സാധിക്കുമോ? മനസ്സില്ലാ മനസ്സോടെ ആ പിയോനിയിൽ തന്റെ കൈകൾ മുന്നോട്ട് നീങ്ങുകയുണ്ടായി. തന്റെ മനസ്സിൽ താൻ മുമ്പ് കേട്ടിരുന്ന ഒരു പാട്ടിന്റെ വരികൾ, അതിന്റെ ട്യൂൺ താൻ ആലപിച്ചു. ആ ആലപിച്ച ട്യൂണിനനുസരിച്ച് വരികൾ എഴുതി. ആ വരികളാണ് ഈ നാം പാടിക്കേട്ടത്. Precious Lord, take my hand, lead me on, let me stand. I am tired, I am worn. Through the storm, through the night, lead me on to the light. Take my hand, lead me home. പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ നുറുക്കപ്പെടലിന്റെ അനുഭവത്തിലൂടെ നാം പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. തകർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അവിടെ നാം മറക്കരുതാത്ത ഒരു പാഠമുണ്ട്. ആ പാഠം എന്ന് പറയുന്നത് നമ്മുടെ കരത്ത് പിടിക്കുന്ന ഒരു കൈയുണ്ട്, ഒരു കരമുണ്ട്. ഏത് ക്രൂരമേറിയ രാത്രികളിലൂടെയും ഏത് വനാന്തരങ്ങളിലൂടെയും എത്ര നിസ്സഹായമായ അവസ്ഥയിലൂടെ ആണെങ്കിലും, ഒരു പക്ഷേ കീറി മുറിക്കപ്പെട്ട ജീവിത അനുഭവങ്ങളിലൂടെ ആണെങ്കിലും അവിടെ നമ്മെ പിടിച്ചു വഴി നടത്തുവാൻ ഒരു കർത്താവുണ്ട്. ഈ ദേവദാസൻ തുടർന്ന് 93 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അനേക നൂറുകണക്കിന് ഗോസ്പൽ സോങ്സ് താൻ എഴുതുകയുണ്ടായി. ഒരുപക്ഷെ ബാപ്റ്റിസ്റ്റ് ഹൈംനറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അനേക ഗാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രഷ്യസ് ലോർഡ്, എന്റെ പ്രിയപ്പെട്ട കർത്താവേ, നീ എന്റെ കരങ്ങളെ പിടിച്ചാലും. നുറുക്കപ്പെടലിന്റെ ബ്രോക്കൺനെസിന്റെ ജീവിത അനുഭവങ്ങളിൽ എന്താണ് നാം ചെയ്യേണ്ടത്? യിരെമ്യാപ്രവചനം 18-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ജെറമ്യ ചാപ്റ്റർ 18 വേഴ്സ് 4. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഇവിടെ നമ്മൾ വായിക്കുന്ന വാക്ക് ദി വെസൽ ദാറ്റ് ഹി മെയ്ഡ് ഓൺ ക്ലേ വാസ് മാർഡ് ഇൻ ഹിസ് ഹാൻഡ്സ്. മറ്റൊരു വേർഷനിൽ ബ്രോക്കൺ ഇൻ ഹിസ് ഹാൻഡ്സ്, മറ്റൊരു വേർഷനിൽ സ്പോയിൽഡ് ഇൻ ഹിസ് ഹാൻഡ്സ്, മറ്റൊരു വേർഷനിൽ ഡാമേജ്ഡ് ഇൻ ഹിസ് ഹാൻഡ്സ്, മറ്റൊരു വേർഷനിൽ ഫ്ലോഡ് ഇൻ ഹിസ് ഹാൻഡ്സ്, റൂയിൻഡ് ഇൻ ഹിസ് ഹാൻഡ്സ്. ഈ വാക്കുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. കർത്താവിന്റെ കരങ്ങളിൽ അല്ലെങ്കിൽ ഒരു കുശവന്റെ കരങ്ങളിൽ മെനയപ്പെട്ട പാത്രം ഉടഞ്ഞുപോയി, ചീത്തയായിപ്പോയി, അത് കുറവുള്ളതായി തീർന്നു, പ്രതീക്ഷയ്ക്കത്ത് വന്നില്ല. അത്തരത്തിൽ ഒരു ഉടഞ്ഞ പാത്രം ആ കുശവന്റെ കൈകളിൽ ഇരിക്കുകയാണ്. ആ കുശവന് ആ ഉടഞ്ഞ പാത്രം എടുത്തു കളയുവാൻ മനസ്സില്ല. അത്രത്തോളം ഹൃദ്യതയുള്ള ക്ഷമയുള്ള ഒരു കുശവന്റെ കയ്യിലാണ് നാം ആയിരിക്കുന്നത്. തനിക്ക് ഇഷ്ടമുള്ളതുപോലെ മറ്റൊരു പാത്രമാക്കി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് താൻ തുനിയുകയാണ്. എന്തുകൊണ്ടാണ് ഉടയപ്പെടലുകൾ, ബ്രോക്കൺനെസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പല കാരണങ്ങൾ കൊണ്ട് ജീവിതം നുറുക്കപ്പെട്ടു എന്ന് വന്നേക്കാം. അതിന് പല കാരണങ്ങളുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം. സങ്കീർത്തനങ്ങളിൽ 51-ാം സങ്കീർത്തനത്തില് ദാവീദ് തന്റെ നുറുക്കപ്പെടലിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നു. ആ ഭാഗം നമുക്ക് അറിവുള്ളതായതുകൊണ്ട് ഞാൻ കൂടുതൽ അത് വിശദമാക്കുന്നില്ല, വാക്യമെടുത്ത് വായിക്കുന്നുമില്ല. ആ വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, അവിടെ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്നോട് ഞാൻ അതിക്രമം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ആ അതിക്രമത്തിന്റെ പാപത്തിന്റെ പരിണിത ഫലമായിട്ട് അവൻ നുറുക്കപ്പെടുകയാണ്. അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്,
തകർന്നും നുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. പാപം നമ്മെ തകർക്കുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അത് ദൈവം മുമ്പാകെ നമ്മെ ഉടഞ്ഞ പാത്രം പോലെ അത് ഉപയോഗമില്ലാത്തതാക്കി തീർക്കുമെന്നുള്ളതിന് സംശയമില്ല. നുറുക്കപ്പെടലിന്റെ അനുഭവം പാപം നിമിത്തം ഉണ്ടാകാം. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, പലപ്പോഴും നാം പാടി അവനെക്കുറിച്ച് ദോഷമായിട്ട് പറയുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന അനേക പാപപ്രവൃത്തികൾ തന്നിലുണ്ട്. എന്നാൽ നമുക്കറിയാം, ദാവീദിനെ ദൈവം ഉപേക്ഷിച്ചില്ല. ആ ചീത്തയായി പോയ പാത്രത്തെ അവൻ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അവനെ പണിയുവാൻ അവന് താല്പര്യമുണ്ടാവും. എന്തുകൊണ്ടെന്നാൽ അവനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ്. പ്രിയമുള്ളവരെ, പാപം നമ്മെ തകർത്തെറിഞ്ഞുവെങ്കിൽ, നമ്മുടെ ഹൃദയത്തെ നുറുക്കത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ അത് പരിഹരിക്കുവാൻ ദൈവത്തിന് മനസ്സ്. മാർത്ത, മറിയ ദൈവത്തെ സ്നേഹിച്ച, കർത്താവിനെ സ്നേഹിച്ച ഒരു കുടുംബമാണ്. അവരുടെ വീട്ടിൽ കർത്താവ് കൂടെ വരുമായിരുന്നു. എന്നാൽ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് തങ്ങൾ കടന്നു വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മറിയ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതിന്റെ പിന്നിലെ വേദന, നുറുക്കം ഒന്ന് ഊഹിക്കുവാൻ കഴിയുമോ? 2 സഹോദരിമാർ, അവരുടെ പാരൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഒരേ ഒരു സഹോദരൻ ലാസർ. ആ കുടുംബം കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. ആ ഒരു ആൺതുണയായിരുന്ന ആ സഹോദരൻ മരണപ്പെട്ടു പോവുകയാണ്. കർത്താവ് ആ വീട്ടിൽ ധാരാളം വന്നിട്ടുണ്ട്. കർത്താവ് സ്നേഹിച്ച കുടുംബം തന്നെയാണ്. എന്നാൽ ആ കുടുംബത്തിലും ആ വേർപാട് തങ്ങൾക്ക് താങ്ങുവാനായിട്ട് ആകില്ല. കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മരണം നമ്മെ പിടിച്ച് കുലുക്കുന്ന ഒരു സംഭവമാണ്. അതിന്റെ വേദനയും നുറുക്കവും എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. അതിനെ അതിജീവിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. മാർത്തയും മറിയയും അതിലൂടെ കടന്നുപോയതാണ്. എന്നാൽ കർത്താവ് അവിടെ വരികയാണ്. യേശു കണ്ണുനീർ വാർത്തു. അവരോട് സഹതപിക്കുന്ന, മനസ്സലിയുന്ന കർത്താവ്. മാത്രമല്ല, അവരുടെ ദുഃഖത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്ന കർത്താവ്. മരണം നമ്മെ ഡിസപ്പോയിന്റ്മെന്റിലേക്ക് നടത്തും. ദാവീദ് 55-ാം സങ്കീർത്തനത്തില് ഒരു പ്രയോഗം നടക്കുന്നുണ്ട്. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല എന്ന് പറഞ്ഞാൽ, ദാവീദ് തന്റെ ജീവിതാനുഭവങ്ങൾ അവിടുത്തെ 2 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. താൻ പ്രതീക്ഷിക്കാത്ത നിന്ന് പ്രതികൂലങ്ങൾ കടന്നു വരികയാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, when you are stabbed from behind, never look behind. നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങൾക്ക് കുത്ത് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? തിരിഞ്ഞ് നോക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന മുഖം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളിന്റെ മുഖം ആയിരിക്കും. അത് നിങ്ങളെ ഈ കുത്തിന്റെ വേദനയെക്കാളും വളരെ ഭീകരമായിട്ട് നിങ്ങളെ വേദനിപ്പിക്കും. അതുകൊണ്ട് തിരിഞ്ഞു നോക്കുവാൻ പാടില്ല. ദാവീദിന് അപ്രകാരം ഒരു ജീവിതാനുഭവമുണ്ട്. നന്നായിട്ട് സ്നേഹിച്ച വ്യക്തി അഹീതോബേലായിരിക്കാം. നന്നായിട്ട് സ്നേഹിച്ച വ്യക്തി സ്വന്തം മകൻ അബ്ശാലോമായിരിക്കാം. എന്നാൽ ദാവീദിനെ തിരിഞ്ഞു നിന്ന് കുത്തുകയാണ്, അവനെ നിന്ദിക്കുകയാണ്. ബ്രോക്കൺനെസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൽ നാം സുഹൃത്തുക്കൾ എന്ന് കരുതുന്നവര് എല്ലായ്പ്പോഴും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുകയില്ല. അവരിൽ നിന്ന് നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ല ഘടാര കൊണ്ടുള്ള കുത്തുകൾ നമുക്ക് കിട്ടും. അത് നമ്മെ തകർക്കും. ഇറ്റ് വിൽ ബി എ റീസൺ ഫോർ ബ്രോക്കൺനെസ്. നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുടെ ഒരു കാരണം ഒരുപക്ഷെ നാം സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം. പത്രോസിന്റെ ജീവിതത്തിൽ ഒരു വലിയ തകർച്ച നേരിട്ടു. എന്താണ്? താൻ കർത്താവിനെ സ്നേഹിക്കുന്നവനായിരുന്നു, കർത്താവിന് വേണ്ടി എടുത്തു ചാടുന്നവനായിരുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റു പറയുവാനായിട്ട് തനിക്ക് മടിയുണ്ടായില്ല. മാത്രമല്ല, മറ്റാരെങ്കിലും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയുകയില്ല. നിനക്ക് വേണ്ടി ഞാൻ തടവിലാകുവാനും നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് വിശദീകരിച്ച വ്യക്തിത്വമാണ് ഈ പത്രോസ്. എന്തേ പത്രോസേ, യേശു കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ നീ വെയിൽ കായാൻ തീ കായാൻ പോയി. ദാസിമാരോടുകൂടെ ബാല്യക്കാരോടുകൂടെ നീ ആയി. നിന്നോട് പറഞ്ഞില്ലേ നീ അവിടെ ചെന്ന് തീ കായരുത് എന്ന്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നിന്നോട് പറഞ്ഞില്ലേ? പക്ഷെ നിന്റെ തീ കായലുകൾ നിന്നെ കൊണ്ടു ചെന്നെത്തിച്ചത് നാഥനെ തള്ളിപ്പറയുവാനാണ്, യേശു കർത്താവിനെ നിന്ദിക്കുവാനാണ്. ഞാനവനെ അറിയുന്നില്ല. അവൻ ആണയിടുവാൻ തുടങ്ങുകയാണ്, പ്രാകുവാൻ തുടങ്ങുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ടൈമർ വർക്ക് ചെയ്യുകയാണ്. കോഴി കൂവുകയാണ്, 3 വട്ടം കൂവുകയാണ്. അതിനു മുമ്പേ നീ 2 വട്ടം എന്നെ
തള്ളിപ്പറയുമെന്ന് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. നാഥനെ തള്ളിപ്പറയുമ്പോൾ കർത്താവിന്റെ അലാം ഇങ്ങനെ അടിക്കുന്നുണ്ട്. മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ചെവിയിൽ വരുന്നുണ്ട്, നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അല്ലേ? പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടുകൂടെ കരയുകയാണ്. He was broken. He was shattered. താൻ പറഞ്ഞതുപോലെ നിന്നില്ലല്ലോ. കർത്താവിന് വേണ്ടി ജീവൻ പോകുവോളം നിൽക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഭീതി തന്നെ പിടിച്ചപ്പോൾ, കൂടെ ആളില്ല എന്ന് കണ്ടപ്പോൾ തീയുടെ ചൂടടിക്കുവാനായിട്ട് ചെന്ന് നിന്നു കൊടുത്തു. അവിടുത്തെ നേതാവായിട്ട് മാറി. നാഥൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ കണ്ണുകൾക്കുള്ളിൽ കൃത്യമായിട്ടുള്ള സന്ദേശമുണ്ട്. നിങ്ങളെ കരയിക്കുവാൻ പാകത്തിനുള്ള സന്ദേശം, നിങ്ങളെ അടിമുടി തകർത്തു കളയുന്ന സന്ദേശം. ഈ കർത്താവിനെ പിരിഞ്ഞ് എവിടെ പോകാനാണ്? ഈ കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് എന്ത് നേട്ടമുണ്ടാക്കാനാണ്? പ്രിയമുള്ളവരെ, പത്രോസ് തകർന്നു പോയി. ഇന്ന് നിങ്ങളോട് ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്തകളെ അവസാനിപ്പിക്കാം. നമ്മൾ തകർക്കപ്പെടുന്ന സമയത്ത്, ഇൻ ബിറ്റ്വീൻ ബ്രോക്കൺനെസ്, He is close to us. God is close to the broken hearted. തകർന്ന ഹൃദയങ്ങൾക്ക് ഏറ്റവും സമീപേ നിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. യു ആർ നോട്ട് അബാൻഡൻഡ്. നാം ഉപേക്ഷിക്കപ്പെടുന്നവരല്ല. ലോകപ്രകാരം ഒരുപക്ഷെ തകർച്ച നേരിടുന്നവരുടെ നേർക്ക് ഒളിയമ്പുകൾ വീശുവാൻ സാധ്യതയുണ്ട്. അവരെ ഇനി പ്രയോജനമൊന്നുമില്ല, അവരെ പുറംകാലുകൊണ്ട് തള്ളിക്കളയുവാൻ സാധ്യതയുണ്ട്, അവരെ അവോയ്ഡ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. കണ്ടിട്ടും കാണാത്തവരെ പോലെ കടന്നു പോകുന്ന അനേകരെ കുറിച്ച് നമുക്കറിയാമല്ലോ. അങ്ങനെ ഒഴിവാക്കുവാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് ബ്രോക്കൺ കേസ്, ദിസ് ഈസ് ഗോൺ കേസ്. സാധാരണ ലോകത്തിൽ തകർക്കപ്പെട്ടവരെ ഒഴിവാക്കുകയാണ് സാധാരണ, അവരെ തള്ളിക്കളയുകയാണ് സാധാരണ. എന്നാൽ തകർക്കപ്പെട്ടവരെ ചേർത്ത് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരിക. അവിടെ നമുക്കൊരു സഹോദരിയെ കാണുവാൻ സാധിക്കും. ഷി വാസ് ബ്രോക്കൺ ഫിസിക്കലി, മെന്റലി ആൻഡ് സ്പിരിച്വലി. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം മുതലുള്ള വാക്യമാണ്. എങ്കിലും ഒരു വാക്യം, 1-2 വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഹന്നയുടെ തകർച്ച. അതിന്റെ 6-ാമത്തെ വാക്യം, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവർ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ നിലയില് പെനിന്നയുടെ ഉപദ്രവം താങ്ങാനാകാതെ ഹന്ന കരയുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, പെനിന്ന അവളെ മുഷിപ്പിച്ചു, ആവർത്തിച്ച് മുഷിപ്പിച്ചു. അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. എന്താ കാര്യം? ഒരേ കുടുംബത്തിലാണ്, തനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല, എന്നാൽ പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു. അതിന്റെ നിന്ന ആ പെനിന്ന നന്നായിട്ട് ഈ സഹോദരിയുടെ മേൽ തീർക്കുകയാണ്. അവൾ വളരെ കരയുകയാണ്. അവൾക്കതിന് പരിഹാര മാർഗങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ തന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമൊന്നുമല്ല. ദൈവം അപ്രകാരം തന്നെ അനുവദിച്ചു. അത് തന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. ദൈവം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ നടത്തി. എന്നാൽ പെനിന്നയ്ക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവളെ ആവും വിധമൊക്കെ മുഷിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ മുഷ്കിലിന്റെ മധ്യത്തിൽ തനിക്ക് കരയുകയല്ലാതെ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൾ ഒരു കാര്യം ചെയ്യാം, ദൈവാലയത്തിൽ പോകാമല്ലോ, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം, ഒരല്പം ആശ്വാസം കിട്ടുമല്ലോ. അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് താൻ കടന്നു പോവുകയാണ്. അവിടെ ചെന്ന് താൻ പ്രാർത്ഥിക്കുകയാണ്. 13-ാം വാക്യം. ഓക്കെ, 10-ാം വാക്യം, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവളൊരു നേർച്ച നേർന്നു. 13-ാം വാക്യം, ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം നീ അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അല്പം ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് എവിടെ വരുന്നത്? ആലയത്തിൽ വരുന്നത്. ഹൃദയവ്യഥയോടുകൂടെ താൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അവിടെ ആശ്വാസം ലഭിക്കുന്നതിന് പകരം തനിക്ക് ലഭിച്ചത് എന്താണ്? നിന്റെ ലഹരി ഇറങ്ങിപ്പോകട്ടെ. യു ആർ ക്രിട്ടിസൈസ്ഡ്,
നിന്റെ ഹൃദയത്തിന്റെ വാസ്തവം എന്താണെന്ന് അവിടുത്തെ ഏലി പുരോഹിതന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ ഹന്ന എന്ന് പറയുന്നത്. അത്തരത്തിൽ വളരെ കരയുകയാണ്. നിങ്ങൾ വിചാരിച്ചു നോക്കിക്കോളൂ, ഈ ഉപദേശി വന്ന് ഇത് പറഞ്ഞപ്പോ എന്തായിരിക്കും ഇവരുടെ മനസ്സിലൂടെ കടന്നുപോയത്? എന്തായിരിക്കും? ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. അവരുടെ ഹൃദയം തകർന്നു വെക്കാണ്. എങ്കിലും തൻ്റെ ധൈര്യമൊക്കെ, തൻ്റെ ആ ഒരു ബാലൻസ് ഒക്കെ സംഘടിപ്പിച്ച് പറയുന്നത് അങ്ങനെയല്ല. യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്. നമ്മുടെ മനോവ്യസനം കാണാനായിട്ട് സഭയിൽ വന്നിരുന്നാലും ആരും ഉണ്ടായി എന്ന് വരികയില്ല. നമ്മുടെ മനോവ്യസനത്തെ അവർ ഒരു പക്ഷേ നമ്മുടെ ഈ പൂച്ച എലിയെ പിടിക്കുന്ന ഒരു രംഗമല്ലേ, തട്ട് അങ്ങോട്ട് തട്ടുക ഇങ്ങോട്ട് തട്ടുക അല്ലേ? നമ്മുടെ മനോവ്യസനം അവർക്ക് കളിവിളയാട്ടാണ്. അവർ ജഡ്ജ്മെന്റിലേക്കൊക്കെ കടക്കും, ചില കൺക്ലൂഷനിലേക്കൊക്കെ എത്തും, ചില പ്രസ്താവനകളൊക്കെ നടത്തും. എന്തിന്? ഹന്നയുടെ വിഷമം ഏലിക്ക് എന്തിനറിയണം? ഹന്നയുടെ മനോവ്യസനം ഏലിക്ക് എന്തിനറിയണം? അവൾ ഭയങ്കരമായിട്ട് തകരുകയാണ്. അവൾ വീട്ടിൽ തകർന്നു എന്ന് മാത്രമല്ല, ഷി വാസ് ബ്രോക്കൺ ഇൻ ചർച്ച് ഓൾസോ. സഭയിലും അവൾ തകർക്കപ്പെട്ടവളാണ്. എന്നാൽ 2 വാക്കുകൾ നിർദ്ദേശത്തിലേക്ക് കൊണ്ടുവരട്ടെ. 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. യഹോവ അവളെ ഓർത്തു. യഹോവ അവളെ ഓർത്തു. നിന്റെ വീട്ടുകാർ നിന്നെ ഓർത്തു എന്ന് വരില്ല. നിന്റെ സഭക്കാർ നിന്നെ ഓർത്തു എന്ന് വരികയില്ല. അവർ പുറങ്കാലുകൊണ്ട് നിന്നെ തള്ളിക്കളയുന്നവരെങ്ങെത്തും. യഹോവ അവളെ ഓർത്തു. 2, യഹോവ അവളെ കേട്ടു. എങ്ങനെ അറിയാം? ഷി ഗോട്ട് എ ചൈൽഡ് അല്ലേ? പേരെന്താ? ശമൂവേൽ. വാട്ട്സ് ദ മീനിങ് ഓഫ് ശമൂവേൽ? ദൈവം കേൾക്കുന്നു. ഗോഡ് ലിസൺസ്. പ്രിയമുള്ളവരെ, നമ്മുടെ മൗന നൊമ്പരങ്ങൾ, ഉള്ളിലെ തേങ്ങലുകളുണ്ടല്ലോ, അത് കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. ലോകത്തിലെ മനുഷ്യരുടെ ചെവികളൊക്കെ നിങ്ങൾക്കെതിരെ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ തേങ്ങലുകളും നിങ്ങളുടെ ദീർഘനിശ്വാസങ്ങളും അറിയുന്ന ഒരു കർത്താവുണ്ട്. അവൻ നിങ്ങളെ കേൾക്കുന്നവൻ മാത്രമല്ല, നിങ്ങളെ ഓർക്കുന്നവനും കൂടെയാണ്. നിങ്ങളെ ഓർക്കുന്നവനാണ്. When God remembers, He remembers everything. നിങ്ങളുടെ അകവും പുറവുമായിട്ട് മുഴുവനായിട്ട് നിങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. പ്രിയമുള്ളവരെ, യഹോവ അവളെ ഓർത്തു. അവളുടെ കരച്ചിൽ സന്തോഷമായിട്ട് മാറുകയാണ്. വർഷങ്ങൾ കഴിയുന്നു. ദൈവം ശമൂവേലിനെ നൽകുന്നു. ശമൂവേലിനെ ദൈവസന്നിധിയിൽ കൊണ്ടാക്കുന്നു. വീണ്ടും 5 മക്കൾ തനിക്കുണ്ടാകുന്നു. ദൈവജനത്തിന് ആശ്വാസമായിട്ടൊരു ശമൂവേൽ എഴുന്നേൽക്കുന്നു. എന്തിന് ഹന്നയുടെ തകർച്ച? എന്തിന് ഹന്നയുടെ കരച്ചിൽ? എന്തിന് ഹന്ന തകരപ്പെടണം? ദൈവത്തിനൊരു മനുഷ്യനെ വേണം, ഒരു പ്രവാചകനെ വേണം. ആ പ്രവാചകനെ കരച്ചിലൂടെ കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന് മനസ്സും, ദൈവാലയത്തിന് ആശ്വാസമായിട്ട് ഒരു ശമൂവേൽ വേണം. വളരെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന നേതൃത്വത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നട്ടുള്ള ഒരു ശമൂവേല് വേണം. അതിനുവേണ്ടി ചിലപ്പോൾ നമ്മെ തകർച്ചയിലേക്ക് ദൈവം കടത്തിവിടുവാൻ സാധ്യതയുണ്ട്. നിരാശപ്പെട്ടു പോകരുത്. നിങ്ങളുടെ കുടുംബം നിങ്ങളെ തള്ളിക്കളയുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. നിങ്ങളുടെ സഭ നിങ്ങളെ ചവിട്ടിക്കളയുമ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ദൈവം അനുവദിക്കുന്നത് നിങ്ങളെ തനിയെ വിടാൻ വേണ്ടിയിട്ടല്ല. ദൈവം കൂടെ ഇരിക്കുന്ന കർത്താവാണ്. He'll be so close to you. നിങ്ങളോട് ചേർന്നിരിക്കുന്നവരാണ്. സങ്കീർത്തനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രിയ ദൈവജനമേ, ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയം നുറുക്കപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് എന്ന് അറിയാതെ വ്യാകുലപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരോ സഹോദരിമാരോ, ഇന്ന് നിങ്ങളുടെ നെടുവീർപ്പ് ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ അത് പരിഹസിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ ഓർക്കുന്നവനാണ്, നിങ്ങളെ കേൾക്കുന്നവനാണ്. മറ്റൊരു കാര്യം നമ്മൾ അടുത്ത അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, യഹോവ അവനെ കടാക്ഷിച്ചു, യഹോവ അവളെ കടാക്ഷിച്ചു അല്ലെ? എന്നിട്ടാണ് 5 മക്കളെ കൂടെ നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മളെ മറന്നു കളയുന്നവനല്ല. ജീവിതത്തിന്റെ ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, ഏത് പ്രതികൂലമായിട്ടുള്ള, എങ്ങനെയുള്ള പ്രതികൂലമായിക്കൊള്ളട്ടെ, ബ്രോക്കൺനെസ് that ensures that God is very close to you, അവൻ സമീപത്താണെന്ന് ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ്. 2-ാമത്തെ വ്യക്തിത്വത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
ആ വ്യക്തിത്വം ഇയ്യോബാണ്. ഇയ്യോബ് ഇരിക്കുന്ന ഒരു ഇരിപ്പ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഇയ്യോബിന്റെ പുസ്തകം 2:8 വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 2 അധ്യായം അതിന്റെ 8 വാക്യം. ഇയ്യോബ് ഇരിക്കുന്ന ഒരു കാഴ്ച ഏത് കണ്ണും ഏത് കരളും അലിയിച്ചു കളയുന്ന ഒരു കാഴ്ചയാണ്. ജോബ് ചാപ്റ്റർ 2:8. ആർക്കെങ്കിലും വായിക്കാമോ? ഓക്കെ. അവനൊരു ഓട്ട് കഷണം എടുത്ത് തന്നെത്താൻ ചുരട്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്നു. ചാരത്തിലിരിക്കുന്ന ഇയ്യോബിന്റെ ആ ഒരു ഇരിപ്പ് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കാണുക. ഇയ്യോബിനെ കുറിച്ച് വളരെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ തൻ്റെ വ്രണങ്ങളെ ചുരണ്ടുവാൻ തന്നെത്താൻ ഓട്ട് കഷണം എടുത്ത് ചുരണ്ടിയിട്ട് ചാരക്കുമ്പാരത്തിൽ ചെന്നിരുന്നിട്ട് എങ്ങനെയെങ്കിലും അതിനൊരു ശമനം വരട്ടെ എന്ന് ആഗ്രഹിച്ച് ചാരത്തില് ഇരിക്കുന്ന ഒരു ഇയ്യോബ്. എന്ത് പ്രതീക്ഷയാണ് ഇയ്യോബിൽ കാണുവാനുള്ളത്? എന്ത് ആകർഷണീയതയാണ് ഇയ്യോബിൽ കാണാനുള്ളത്? ഇയ്യോബിനെ കുറിച്ച് ഒരുപക്ഷെ നമുക്കറിയാമായിരിക്കാം. ദൈവവും സാത്താനും ഒക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവനെ പോലെ നിഷ്കുളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും വേറെ ആരുമില്ല. ശരിയാണ്. സ്വർഗവും ഭൂമിയും ചുറ്റുപാടുമുള്ളവരും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്. എന്നാൽ അങ്ങനെയുള്ള ഇയ്യോബ് എവിടെ ഇരിക്കുകയാണ്? ചാരത്തിൽ ഇരിക്കുകയാണ്. ഓക്കെ. ഗോഡ് ടേൺസ് അവർ ആഷസ് ഇൻടു ബ്യൂട്ടി. നമ്മുടെ ആ ചാരക്കൂനകളെ ഏറ്റവും മനോഹരമായിട്ട് മാറ്റുന്ന ഒരു കർത്താവുണ്ട്. വിശ്വസിക്കാമോ? ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് ആശ്രയിക്കാമോ? ഇപ്പോഴത്തെ ചാരവും ഇപ്പോഴത്തെ ചുരണ്ടലും ഒന്നും നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. ഇത് താൽക്കാലികമാണ്. യു ആർ ഇൻ ഗോഡ്സ് പ്ലാൻ. ദൈവത്തിന്റെ പദ്ധതിയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഒരുപക്ഷെ ചാരത്തിൽ നമ്മെ ആക്കി വെക്കുന്ന ജീവിത അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് ഒന്ന് വന്നേക്കാം. നമുക്ക് ആർക്കും അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഉണ്ടാകത്തില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ദൈവം ചിലപ്പോൾ അനുവദിച്ചു എന്ന് വരാം. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ താത്വികമായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള വിശകലനങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇയ്യോബിന് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇയ്യോബിന് എന്തുകൊണ്ട് ചാരത്തിലിരിക്കേണ്ടി വന്നു? ഒരു പക്ഷേ പിശാച് പറയുമായിരിക്കാം, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മീ. ഞാനാണ് അവനെ എവിടെ ഇരുത്തിയത്? ചാരത്തിലിരുത്തിയത്. എന്നിട്ട് 2 അട്ടഹാസമൊക്കെ പുറകില് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കും. ഞാനാണ് അവനെ അങ്ങനെ ആക്കിയത്, അല്ലെ? ഇനി ബ്രദർകാരെന്താ പറയുന്നത്? നമ്മളെന്തോ പറയും? നമ്മൾ പറയും ദൈവത്തിന് ചിലത് പ്രൂവ് ചെയ്യാനുണ്ട്. ദൈവവും പിശാച് തമ്മിലൊരു ബലാബലം നടന്നപ്പോഴത്തേക്കും അത് തെളിയിക്കാൻ വേണ്ടി ഒരു സ്പെസിഫിൻ ഇട്ടത് ഇയ്യോബ്. ഇതാണല്ലേ നല്ല വശമാണ്. ദൈവത്തിന് തെളിയിക്കാൻ വേണ്ടി, ദൈവത്തിന് ബലാബലം നടത്താൻ വേണ്ടി പാവം മനുഷ്യരെ പിടിച്ചെടുക്കുവോ? ദൈവവും പിശാചും തമ്മിൽ ഒരു ഏർപ്പാടുണ്ടായിട്ട് ദൈവം പാവം ഇയ്യോബിനെ പിടിച്ച് അതിന് സ്പെസിഫിൻ ആയിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വാദഗതികൾ ആ നിലയിലാണ്, അല്ലെ? ഇനി സുഹൃത്തുക്കളോട് ചോദിക്കാം. ഇയ്യോബിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കാം. 3 പേര് വന്നല്ലോ. ആരൊക്കെ? ബിൽദാദ്, പിന്നെ സോഫർ, പിന്നെ നൈമാത്തേന, സോഫർ, ശൂഹ്യനായ ബിൽദാദ്, പിന്നെ ആദ്യത്തെ ഒരാളോട്ടല്ലോ. 3 പേര് വന്നു. അവരോട് ചോദിക്കാം. അവർ ദീർഘമായിട്ട് വന്ന് മൗനമായിട്ടിരുന്നതിന് ശേഷം ദീർഘമായിട്ട് സംഭാഷിച്ചു. എന്താ സംഭാഷിച്ചെന്നറിയാമോ? ഇയ്യോബേ, നീ ചിന്തിക്കുന്ന പോലെ എന്നുള്ള കാര്യങ്ങൾ, നീ പാപം ചെയ്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ സിൻ വാട്ട് ഹാപ്പൻഡ് ടു യു. ഇത് സംഭവിച്ചത് നീ പാപം ചെയ്തുകൊണ്ടാണ്. ഇനി അടുത്ത മിടുക്കൻ വന്നിട്ട് പറയാണ്, നീ ആയിരിക്കില്ല, എന്റെ മക്കളിൽ ആരെങ്കിലും ഒക്കെ പാപം ചെയ്തു കാണും. അപ്പൊ ന്യായമായിട്ട് ഒരുപക്ഷെ നമുക്കത് വർക്കൗട്ട് ആകും. കുഴപ്പമില്ല, നല്ല ആർഗ്യുമെന്റ് ആണ്, അല്ലെ? മക്കള് പാപം ചെയ്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഈ 3 സുഹൃത്തുക്കൾ വന്ന് അവനെ ദുഃഖിപ്പിക്കുകയാണ്. അവര് കാര്യങ്ങൾ വെറുതെ ഒന്നും അറിയാതെ സംഭാഷിക്കാൻ. ഈ ഭാര്യയോട് ചോദിക്കാം. ഭാര്യയോട് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത് വന്നേ? ഭാര്യ എന്താ പറയും? നിന്റെ ഭക്തിയൊക്കെ വെറുതെ, നീ ദൈവത്തെ സേവിച്ചതൊക്കെ വെറുതെ. ഇനിയെങ്കിലും നീ മതിയാക്കി എന്ത് ചെയ്യുക? അടങ്ങിക്കുത്തി വീട്ടിലിരിക്കാൻ നോക്ക്. എന്തിനാ ശുശ്രൂഷകൾക്ക് പോകുന്നത്? വെറുതെ. നീ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത് വെറുകയാണ്. നിന്റെ ഭക്തി കൊണ്ട് ആദായമൊന്നുമില്ല. ഇതിനേക്കാളും വെറുതെ ഇരിക്കുന്നതാണ് ഏറ്റവും സുഖം, പരമസുഖം. നിന്റെ ഭക്തി വെറുതെയാണ്. ഇങ്ങനെ ആരെങ്കിലും ആലോചനകൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഭക്തി വെറുതെയാണ്, ശുശ്രൂഷ വെറുതെയാണ്, വീട്ടിൽ ഇരിക്കുന്നതാണ് മിടുക്ക്.
ഇയ്യോബിന്റെ ഭാര്യ അത് പറഞ്ഞു കൊടുത്തു, നീ ഭക്തിയൊന്നും മുറുകെ പിടിക്കണ്ട, നിന്റെ ഭക്തി വെറുതെയാ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. പ്രതികൂലം നേരിടുവോ? കഷ്ടത നേരിടുവോ? പ്രശ്നങ്ങൾ വരുവോ? ദൈവം വിളിച്ചാക്കിയാൽ ശുശ്രൂഷകളൊക്കെ ഭയങ്കര സുഗമമായിരിക്കും അല്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് ഓടാം. ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞു, നീ വീട്ടിൽ വന്നിരി, ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് വേണം വരാൻ, അല്ലാതെ വരരുത്, നിന്റെ ഭക്തിയും വിട്ടിട്ട് നീ വീട്ടിൽ വന്ന് ഇരിക്കും. ഇയ്യോബ് പോയോ? ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കും. അല്ലേ? ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് ഒരുപക്ഷെ അങ്ങനെ പറയുവാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ? പ്രിയമുള്ളവരെ, എലീഹു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. എലീഹു ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളി പൊളിക്കുന്നത്, അതിന്റെ സീക്രട്ട് പുറത്തു കൊണ്ടുവരുന്നത്. എന്താണെന്നറിയാമോ? എലീഹു പറയുന്നുണ്ട്, ഇയ്യോബേ, കാര്യമൊക്കെ കൊള്ളാം, നീ ഭക്തനൊക്കെ തന്നെയാണ്, പക്ഷേ ഗോഡ് ഹാസ് എ ഗ്രേറ്റർ പ്ലാൻ ഫോർ യു. ദൈവത്തിന് നിന്നെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. നീ പറയുന്നുണ്ടല്ലോ ഞാൻ ദൈവത്തെക്കാൾ വലിയ നിർമ്മലനാണ്. അങ്ങനെ തന്നെ ചോദിക്കുന്നു 32-ാം അധ്യായത്തിൽ എലീഹു ചോദിക്കുന്നു, അല്ലയോ ഇയ്യോബേ, നീ പറയുന്നുണ്ടല്ലോ നീ ദൈവത്തെക്കാൾ വലിയ നീതിമാനാണ്. നിന്റെ കൂട്ടുകാരുടെ മുമ്പാകെ നീ വിശദീകരിച്ചപ്പോൾ നീ ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ നിർമ്മലൻ, എന്നിൽ പാവമില്ല, എന്റെ കുറ്റത്തെ ആർക്കെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്ന് കൂട്ടുകാരോട് വെല്ലുവിളിച്ചു. എന്താ റോമാലേഖനം പറയുന്നത്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മുടെ നീതികളൊക്കെ കണ്ടിട്ട്, നീതി പ്രവൃത്തികൾ കണ്ടിട്ട് ഞാൻ മിടുക്കനാണെന്ന് ആരും പറയരുതേ. നമ്മിലെ പോരായ്മകൾ പരിഹരിക്കുവാൻ ദൈവത്തിന് ആവശ്യമുണ്ട്. നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സ് തീർന്നിട്ടില്ല. എന്നാ തീരാൻ പോന്നേ? കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം ചേർക്കപ്പെടുക. അതുവരെ ഞാൻ വിശുദ്ധനാണെന്ന് ആരും പ്രഖ്യാപിക്കരുത്. എന്നിൽ കുറവില്ല, ഐ ആം പെർഫെക്റ്റ് എന്ന് ആരും പ്രഖ്യാപിക്കരുത്. ഇയ്യോബിന് അങ്ങനെ തോന്നി, ദൈവത്തെക്കാളും ഞാൻ നിർമ്മലനാണ്. ഇനി ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എപ്പോഴാ 31-ാം അധ്യായത്തിൽ ഒരു കേസ്. ഇതാ എന്റെ ഒപ്പ് എന്നും പറഞ്ഞിട്ട് തന്റെ കേസ് അവിടെ എഴുതി ഒപ്പിടുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു കുറ്റം എഴുതി ഇതാ ഒപ്പ്. ആ ലെവല് വരെ ആരെത്തി? ഇയ്യോബ് എത്തി. ഓക്കെ, ദൈവത്തിന് എന്താ പറയാനുള്ളതും? ദൈവത്തിന് പറയാനുള്ളതും ഇയ്യോബ് അത് സമ്മതിക്കുന്നതുമായിട്ടുള്ള കാര്യം 42-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് പ്രശ്നം? ഇയ്യോബ് നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ശരിയാണ്. പിശാചിന്റെ മുമ്പാകെ ചിലത് പ്രൂവ് ചെയ്യാനുണ്ട്, ശരിയാണ്. എന്നാൽ ദൈവത്തിന് ഉള്ളത് അതിലും മികച്ച ഒരു പദ്ധതിയാണ്. ആ പദ്ധതി എന്ന് പറയുന്നത് ഇയ്യോബിനെ ഏറ്റവും നിർമ്മലായിട്ട് ദൈവം മുമ്പാകെ നിർത്തുക എന്നുള്ളതാണ്. ചാരത്തിൽ നിന്ന് അവന്റെ ബ്യൂട്ടി എന്താണെന്ന് കാണിക്കുക എന്നുള്ളതാണ്. 42-ാം അധ്യായത്തില് അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ 9-ാമത്തെ വാക്യം. അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫറും ചെന്ന് യഹോവ തങ്ങൾ കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ആഷസ് എവിടെ കിടക്കുന്നു? ഇപ്പോൾ ഇയ്യോബിന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു? പഴയതുപോലെയാണോ? ഇല്ല, പഴയതുപോലെ അല്ല, പണ്ടത്തെ കാലത്തെ പോലെ അല്ല. അവന്റെ മുഖത്തെ ദൈവം ആദരിക്കുകയാണ്, മാനിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് ആര് മാറുകയാണ്? ഇയ്യോബ് മാറുകയാണ്. എങ്ങനെ മാറി? 4-ാം വാക്യം കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. 5-ാം വാക്യം, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും ഇരുന്ന് അനുതപിക്കുന്നു. ഞാൻ അനുതപിക്കുന്നു. ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചതുപോലെ അല്ലല്ലോ, ഞാനൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ ഈ ചാരത്തിലിരുന്നപ്പോൾ ഞാൻ നേരിട്ട് ഞാൻ നിന്നെ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിനെ കുറിച്ചുള്ള ദർശനം അല്പക്കൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ദൈവം ചിലപ്പോൾ നമ്മുടെ ബ്രോക്കൺനെസ് ഉപയോഗിച്ചു എന്ന് വന്നേക്കാം. അത് ഇത്രയും തീവ്രമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം അനുവദിക്കുന്നത് ഒരുപക്ഷെ നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ, മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം.
തകർന്ന തരിപ്പണമായ മറ്റൊരു വ്യക്തിത്വം. അത് മറ്റാരുമല്ല, പൗലോസ് അപ്പോസ്തലനാണ്. പൗലോസിന് ഇത്ര തകർത്തിയത്. പൗലോസ് ആരാ? ഗമാലിയലിന്റെ പാഠപീഠത്തിൽ ഇരുന്ന് പഠിച്ചവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനായിട്ടുള്ള വ്യക്തിത്വം, സകല ന്യായപ്രമാണം അരച്ചുകലക്കി കുടിപ്പിച്ച, ഈ ലോകത്ത് ഇത്രയധികം സഞ്ചരിച്ച സുവിശേഷം പ്രസംഗിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദൈവത്തിന്റെ നിയോഗപ്രകാരം ശുശ്രൂഷ ചെയ്ത വ്യക്തി. ഇദ്ദേഹത്തിന് എന്താ തകർച്ച? അവൻ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പേ അനേകരെ കൊന്നു പിടിച്ചവനാണ്, സഭയെ ഉപദ്രവിച്ചവനാണ്. അവൻ വിചാരിച്ചു എന്റെ എരിവ് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ദൈവം പറഞ്ഞു, നിന്റെ എരിവ് ശരിയായ എരിവ് അല്ല. എന്താ? സഭയെ മുടിക്കുമ്പോൾ, സഭയെ ഉപദ്രവിക്കുമ്പോൾ നമ്മുടെ എരിവ് കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞ് സമാധാനപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ ആ എരിവ് ശരിയായിട്ട് എരിവാകണമെന്ന് ഇല്ല. പൗലോസ് അങ്ങനെ തന്നെ വിചാരിച്ചത്. വിശ്വാസികളെ പിടിച്ച് കൊല്ലുമ്പോൾ, വിശ്വാസികളെ ഉപദ്രവിക്കുമ്പോൾ, സഭ തകർക്കുമ്പോൾ ശൗല് വിചാരിച്ചെന്താണ്? ഞാൻ വലിയ കാര്യം ചെയ്യുന്നു. നീ ആരാകുന്ന കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി കിട്ടി. എന്താ മറുപടി? നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു. ശൗല് സ്തംഭിച്ചു പോവുകയാണ്. അല്ലയോ, ഞാൻ ഇത്രയും കാലം നിന്നെ ഉപദ്രവിക്കുകയായിരുന്നോ? നമ്മളാരും ഇത് കാണത്തില്ല. സഭയെ ഉപദ്രവിക്കുമ്പോഴും, സഭയിൽ ഭിന്നത വരുത്തുമ്പോഴും, സഭയ്ക്കെതിരെ സംസാരിക്കുമ്പോഴും നമ്മള് കർത്താവിനെ ഉപദ്രവിക്കുന്നു എന്ന് നമുക്ക് തോന്നത്തില്ല. നമ്മൾ ഭയങ്കര എരിവിൽ ചെയ്യുന്നു, നമ്മുടെ ആധികാരികതയിൽ ചെയ്യുന്നു, നമ്മുടെ വചനപരിജ്ഞാനത്തിൽ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ കർത്താവിനോട് നേരിട്ട് ചോദിച്ചാട്ടെ, ഇഫ് യു ആർ ഡിസ്റ്റർബിങ് ചർച്ച്, നിങ്ങൾ ഉപദ്രവിക്കുന്നത് കർത്താവിനെയാണ്, വേദനിക്കുന്നത് കർത്താവിനെയാണ്. നിങ്ങൾ സന്തോഷിച്ചിട്ട് കാര്യമില്ല, വേദനിക്കുന്നത് കർത്താവിനാണ്. തിരിച്ചൊരു വാക്കൂടെ പറയുന്നുണ്ട്, മുള്ളിനെതിരെ ഉதைക്കുന്നത് നിനക്ക് അസാധ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കർത്താവിന്റെ സഭയാണോ? സഭയ്ക്കെതിരെയുള്ള ഏത് പ്രശ്നവും കർത്താവിന്റെ നേരെ മുള്ളിനെതിരെ ഉதைക്കുന്നത് പോലെയുള്ളൂ. അത് വിശദീകരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഈ മുള്ളിനെതിരെ ഉதைക്കുക എന്ന് പറയുന്നത് നമുക്ക് മലയാള ഭാഷയിൽ അത്രയും പരിചയമുള്ള കാര്യമല്ല. ഒരു വിശദീകരണം ഞാൻ നൽകാം. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, കാളയെ വയലിൽ പൂട്ടുന്ന വേളയിൽ കാളയെ നിയന്ത്രിക്കാൻ വേണ്ടി പുറകിലെ ആ പൂട്ടുന്ന വ്യക്തിയുടെ കയ്യില് ഒരു മുള്ളുണ്ട്. മുള്ളെന്നാണ് അതിനെ പറയുന്നത്. മുള്ളെന്ന് പറഞ്ഞാൽ കുഞ്ഞു മുള്ളൊന്നുമല്ല, അത് നീണ്ട ഒരു വടിയാണ്. അതിന്റെ ഒരറ്റം കൂർത്തതാണ്. ഈ കൂർത്ത അറ്റമിട്ട് എന്ത് ചെയ്യും? കാളക്കിട്ട് ഒരു കുത്തു കൊടുത്താൽ കാള എന്ത് ചെയ്യും? നേരെ പോകും, നേരെ അനുസരിച്ച് പോകും. എന്നാൽ ചില കാളകള്, ഇതൊന്നും ഇഷ്ടമില്ലാത്ത കാളകള് എന്ത് ചെയ്യും? കാലുകൊണ്ട് പതുക്കെ ഒന്ന് പുറകോട്ട് തൊഴിക്കും. ഏതിനെതിരെയാ? ആ കാളക്കാരന്റെ അല്ലെങ്കിൽ ഉഴുന്നവന്റെ കയ്യില് മുള്ളിരിപ്പുണ്ട്, അതിനെതിരെ തൊഴിക്കും. എന്താ സംഭവിക്കുന്നേ? മുള്ളിനെതിരെ ഉதைക്കുന്നത് നിനക്ക് സാധ്യം അല്ല. പ്രിയമുള്ളവരെ, സഭ ദൈവത്തിൻ്റെതാണ്, തല ദൈവത്തിൻ്റെതാണ്, സഭയുടെ തല ക്രിസ്തുവാണ് എങ്കിൽ നാം എല്ലാവരും ദൈവത്തിന്റെ ജനം എന്നുള്ള നിലയിൽ അവന്റെ ആടുകളായിട്ട് സഭയിൽ നിൽക്കുന്നുവെങ്കിൽ സഭയെ ഉപദ്രവിക്കരുത്, സഭയെ ഭിന്നിപ്പിക്കരുത്. അത് മുള്ളിനെതിരെ ഉதைക്കുന്നതിന് തുല്യമാണ്. വേദനിക്കും. ആർക്കാ വേദനിക്കുന്നേ? മുള്ളിനെതിരെ ഉதைച്ചാൽ നമുക്കത് വേദനിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് സഭയെ ഉപദ്രവിക്കുവാനായിട്ട് മുതിരരുത്. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്യുക, അവന്റെ നാമത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ സഭയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെടരുത്. പൗലോസ് ഇറങ്ങിപ്പുറപ്പെട്ടവനാണ്. ശരി, അവൻ രക്ഷിക്കപ്പെട്ടു, മുന്നോട്ട് വന്നു. പൗലോസിന് എന്താ ഇത്ര പ്രശ്നം? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പൗലോസ് നേരിട്ട ഉപദ്രവങ്ങൾ, ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, സുവിശേഷ നിമിത്തമുള്ള ഉപദ്രവങ്ങൾ, തന്റെ ശുശ്രൂഷ നിമിത്തമുള്ള ഉപദ്രവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10, 11, 12 ഈ 3 അധ്യായങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിക്കൊള്ളുക.
പൗലോസ് ശുശ്രൂഷകനായിട്ട് ദൈവഹിതപ്രകാരം വിളിക്കപ്പെട്ട് ദൈവസഭയിൽ ശുശ്രൂഷിക്കുവാൻ ആക്കപ്പെട്ടപ്പോൾ ദൈവഹിതപ്രകാരം താൻ ശുശ്രൂഷയിൽ മുന്നേറുമ്പോൾ ഈ ശുശ്രൂഷ ഈസി ആയിട്ടുള്ള ജോബ് അല്ല, അല്ലെ? പറയുന്നുണ്ട് കള്ളസഹോദരന്മാരുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലേ? അതിൽ കൂടെ ഇതാ ഒരു പണി കൂടെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ ശരീരത്തിൽ ഒരു മുള്ള് താൻ വഹിക്കുന്നു. അതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എ തോൺ ഇൻ ദി ഫ്ലഷ്. എന്താ ഫ്ലഷ്? അത് തന്നെ ദിവസവും കുത്തിക്കൊണ്ടിരിക്കുക. ആ മുള്ളിനെ കുറിച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ ഭയങ്കര വാചാലമായിട്ട് സംസാരിക്കും. ഒരു പക്ഷേ ഗലാത്യ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ എടുക്കും. പിന്നെ 10-ാം അധ്യായത്തില് ജഡസന്നിധിയോ നിന്ദ്യമത്രേ എന്നുള്ള വാക്യം എന്തു ആയിക്കൊള്ളട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് പൗലോസ് ശുശ്രൂഷയുടെ ആധിക്യമുണ്ടായിരുന്നു, വെളിപ്പാടുകളുടെ ആധിക്യമുണ്ടായിരുന്നു, മിഷൻസ് ധാരാളം ഉണ്ടായിരുന്നു. വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നാൽ തന്റെ ശുശ്രൂഷയിലുടനീളം താൻ അനുഭവിച്ചിരുന്ന ഒരു ബ്രോക്കൺനെസ് ഉണ്ട്. മറ്റാരോടും പറയാൻ സാധിക്കാത്ത, മറ്റാരോടും വിവരിക്കാനാകാത്ത ഒരു ബ്രോക്കൺനെസ്, ഒരു വേദന തനിക്കുണ്ടായിരുന്നു. അതിനെയാണ് ജഡത്തിലെ ശൂലമെന്ന് താൻ പറയുന്നത്. അത് മാറിപ്പോകുവാനായിട്ട് താൻ 3 വട്ടം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുകയാണ്. എന്നാൽ കരുണയുള്ള കർത്താവ് അത് മാറ്റിക്കൊടുക്കുവാൻ സന്നദ്ധമായില്ല. പകരം ഒരു മറുപടിയാണ് കൊടുത്തത്. എന്താ മറുപടി? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രിയ ദൈവജനമേ, എന്തുകൊണ്ടാണ് ഞാൻ അറിയാത്ത ഒരു വേദന എനിക്ക് അർത്ഥം മനസ്സിലാകാത്ത ഒരു വേദന എനിക്ക് മറുപടി കിട്ടാത്ത ഒരു വേദന എനിക്ക്? ചോദിക്കുക, കർത്താവേ ഒന്ന് മാറി തന്നാട്ടെ, ഇത് മാറ്റിയാൽ ഞാൻ കുറച്ചുകൂടെ നന്നാകും, കുറച്ചുകൂടെ മെച്ചാവും. കർത്താവ് പറയും, ഇല്ല, നീ കുറച്ചുകൂടെ മെച്ചം ആകുകയില്ല. ഇതുണ്ടെങ്കിലേ നിനക്ക് അഹങ്കാരം ഉണ്ടാകാതെ ഇരിക്കത്തുള്ളൂ. അതാ അഹങ്കാരം. ശുശ്രൂഷ ബാഹുല്യം കൊണ്ട് അഹങ്കാരം തലയ്ക്ക് പിടിക്കുമ്പോ എന്തും ചെയ്യാനൊക്കെ തോന്നും. അപ്പോൾ എന്ത് കിട്ടും? ഈ കുത്ത് കിട്ടും. ഈ കുത്ത് കിട്ടുമ്പോൾ മനസ്സിലായിക്കണം, എന്താ? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അനുവദിക്കുന്ന ഒരു ബ്രോക്കൺനെസ് ആണ് ഇത് എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ മുള്ളു മാറിയില്ല എന്ന് വന്നേക്കാം, ഈ കുത്തും വേദനയും മാറിയില്ല എന്ന് വന്നേക്കാം, എന്നാൽ അതിനെ അതിജീവിക്കാനായിട്ട് ദൈവം കൃപ തരുന്നവരാണ്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ thee. എന്റെ കൃപ നിനക്ക് മതി. കുത്തുകൊള്ളാൻ കൃപ വേണം, മുള്ളുകൊള്ളാൻ കൃപ വേണം. കൃപ പ്രാപിച്ചാൽ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി നമുക്ക് പ്രാപിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. പ്രിയമുള്ളവരെ, പൗലോസിന്റെ ജീവിതത്തിൽ ഈ മുള്ളുകൊണ്ട് താൻ നടക്കുകയാണ്, ദീർഘവർഷങ്ങൾ നടക്കുകയാണ്. അത് ഒരുപക്ഷെ തന്നെ പല കാര്യങ്ങളിൽ പിടിച്ച് പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ദൈവം കൃപ കൊടുത്തത് കൊണ്ട് എന്ത് ചെയ്യുകയാണ്? മുന്നോട്ട് തന്നെ പോവുകയാണ്. തന്റെ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ പൗലോസിന് പറയാനുള്ളത് ഇത് മാത്രം. എന്താ? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എങ്ങനെയാ നല്ല പോർ പൊരുതുന്നത്? എങ്ങനെയാ ഓട്ടം തികയ്ക്കുന്നത്? എങ്ങനെയാ വിശ്വാസം കാക്കുന്നത്? പൗലോസ് എന്നിട്ട് ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ബ്രോക്കൺനെസ് വരുമ്പോൾ, ഇത്തരത്തിലുള്ള ജീവിതത്തിലെ കുത്തുകൾ നിനക്ക് കൊള്ളുമ്പോൾ നീ അത് മതിയാക്കുന്നതിലൂടെയല്ല ഓട്ടം തികയ്ക്കുന്നത്, നീ അത് പൂർത്തീകരിക്കുന്നതിലൂടെയാണ്. നീ കരയുന്നുണ്ടാകാം, വേദനിക്കുന്നുണ്ടാകാം, പക്ഷേ കൃപ തരുന്നൊരു കർത്താവുണ്ട്. പ്രിയമുള്ളവരെ, പൗലോസ് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ഈ കുത്തു കൊണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം തന്നെ സഹായിക്കാൻ വേണ്ടി അനേകർ ചുറ്റുപാടുള്ളത്. എന്നാൽ കാരാഗ്രഹത്തിന്റെ മധ്യത്തിലും സഹോദരന്മാർ ദുഷിക്കുമ്പോഴും ഒക്കെ ഈ കുത്തും കൂടെ താൻ കൊള്ളുന്നുണ്ട്. എന്നാൽ അതിന്റെ മീതെ ദൈവം കൃപ പകരുന്നുണ്ട്. ഈ കൃപ ഇറ്റ് ഈസ് സഫിഷ്യന്റ്, ഇത് മതിയാകുന്നതാണ്. ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് വിശദീകരിച്ചു. മതിയാകുന്ന കൃപ, സഫിഷ്യന്റ് ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ഔൺസ് കൃപയാണ് വേണ്ടതെങ്കിൽ അത് 10 ഔൺസാണ്.
നിങ്ങൾക്ക് 100 ഔൺസ് കൃപയാണ് വേണ്ടതെങ്കിൽ ഈ കൃപ 100 ഔൺസാണ്. നിങ്ങൾക്ക് 1000 ഔൺസ് കൃപയാണ് ആവശ്യമെങ്കിൽ ഈ കൃപ 1000 ഔൺസ്. എന്ന് പറഞ്ഞാൽ ദൈവം കൃപ നൽകുന്നത് അത് സഫിഷ്യന്റ് ആയിട്ടാണ്. ഇത് കൂടുതൽ കൃപയല്ല, ഇത് കുറഞ്ഞ കൃപയല്ല. നിനക്ക് മുന്നോട്ട് നീങ്ങുവാൻ പര്യാപ്തമായിട്ടുള്ള കൃപയാണ് ദൈവം നൽകുന്നത്. പൗലോസ് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഇത്തരത്തിലുള്ള ബലഹീനതകൾ വരുമ്പോൾ അത് ആഘോഷമാക്കണമെങ്കിൽ കൃപ ആസ്വദിക്കുവാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കുമാറാകട്ടെ. ബ്രോക്കൺനെസ് ഈസ് an opportunity for transformation. It is for your spiritual upliftment. ആത്മീകമായിട്ട് നിങ്ങളെ വളർത്തുവാനായിട്ടാണ്, നിങ്ങളെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആ ബ്രോക്കൺനെസ്സിന്റെ മുമ്പാകെ നാം പതറിപ്പോകരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. ബ്രോക്കൺനെസ് ലീഡ്സ് ടു ഗ്രേറ്റർ പർപ്പസസ്. യോസേഫിന്റെ ജീവിത അനുഭവത്തിലൂടെ അതിന്റെ 50-ാം അധ്യായം 20-ാം വാക്യം, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഞാൻ ആവർത്തിക്കുന്നില്ല, നമ്മളത് വിശദമായിട്ട് പഠിച്ചതാണ്. എന്നാൽ ബ്രോക്കൺനെസ്സിനോടുള്ള ബന്ധത്തിൽ ഈ ഒരു പാഠം പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രം പറയാണ്. യോസേഫിന്റെ ജീവിതത്തിൽ എന്തിനാണ് ബ്രോക്കൺനെസ്? അപ്പന്റെ പ്രിയപ്പെട്ട പുത്രൻ, ദൈവത്തിന്റെ നിയോഗം ലഭിച്ചവൻ, ദൈവം സ്വപ്നത്തിലൂടെ തന്റെ ഭാവിയെക്കുറിച്ച് വിശദമാക്കി കൊടുത്തവൻ, അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വമായിട്ട് ഒരു തെറ്റും ചെയ്യാത്തവൻ. അങ്ങനെയല്ലേ യോസേഫിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം നമുക്ക് പറയാനായിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ടതല്ലേ? ലോകപ്രകാരമുള്ള നീതിബോധത്തിലും ന്യായബോധത്തിലും ജീവിക്കുന്നവർക്ക് എന്തിനാ കഷ്ടത? ദൈവം നിശ്ചയിച്ച പ്ലാനിൻ പ്രകാരം വളരെ സാവധാനതയോടെ ജീവിക്കുന്നവർക്ക് എന്തിനാ കഷ്ടത? അവന്റെ സ്വപ്നം അവന്റെ സഹോദരങ്ങളെ ശത്രുക്കളാക്കി. അവന്റെ അപ്പന്റെ സ്നേഹം ഒരു നിലയെങ്കി വാങ്ങിച്ചു കൊടുത്തല്ലോ, ആ നിലയെങ്കി അവനെ കുഴിയിലാക്കി. അവനെ ഒരു ബാലനായിട്ട് വിൽക്കപ്പെടുവാനായിട്ട് കാരണമായി തീർന്നു. അവൻ പാപത്തെ വിട്ടോടുവാനായിട്ട് തന്റെ വസ്ത്രം ഉപേക്ഷിച്ചപ്പോൾ ആ വസ്ത്രം ഒരു കാരണമായിട്ട്, ഒരു തെളിവായിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അവനെ കുണ്ടറയിലിടേണ്ടതായിട്ട് വന്നു. അല്ലേ? ഇവിടെ എവിടെയാണ് നന്മ? ഇവിടെ എവിടെയാണ് പർപ്പസ്? ദൈവത്തിന്റെ പർപ്പസ് എവിടെയാ? ഒരിടമില്ല. 1, 2, 3, 4 ആവർത്തിച്ച് പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ താൻ കടന്നു പോവുകയാണ്. നന്മ ചെയ്തിട്ടും ഗുണം ചെയ്തിട്ടും ഇതൊക്കെയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ യോസേഫിനെ സംബന്ധിച്ചിടത്തോളം തന്റെ യാത്രയുടെ മുമ്പാകെ താൻ തളർന്നു പോകാൻ സാധ്യതയുണ്ട്, താൻ ലക്ഷ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ നിരാശയിലേക്ക്, ഡെസ്പറേഷനിലേക്ക് മാറിയിട്ട് ക്വിറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അല്ലേ? സഹോദരന്മാരുടെ സൗഹൃദം കിട്ടാൻ വേണ്ടിയിട്ട് തെറ്റ് പറഞ്ഞിരുന്നുവെങ്കിൽ സ്വപ്നത്തിൽ ഒരു കളവ് പറഞ്ഞാൽ മതി. അല്ലെ? സ്വപ്നം കണ്ടതൊക്കെ ശരിയാണ്, ഞാനല്ലേ സ്വപ്നം കണ്ടോളൂ. എന്നാൽ സഹോദരന്മാരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് സ്വപ്നത്തിൽ ഇച്ചിരി ഒരു ട്വിസ്റ്റ് കൊടുക്കാം. നമ്മുടെ കഥകളൊക്കെ എഴുതാൻ മിടുക്കരാണല്ലോ. ഒരു നുണ പറയാം. സഹോദരന്മാർ വെറുക്കുമായിരുന്നോ? ഇല്ല. സഹോദരന്മാരുടെ വേണ്ടാദിനങ്ങള് അപ്പനോട് ചെന്ന് പറയാതിരുന്നാലോ? കുഴപ്പമില്ലല്ലേ? സുഖമായിരിക്കാം. എന്നാൽ തന്റെ ജീവിതത്തിൽ ഒരിക്കലും താൻ കോംപ്രമൈസിന് തയ്യാറായിരുന്നില്ല. തന്റെ വസ്ത്രം നഷ്ടപ്പെട്ടാലും അത് തനിക്കെതിരെ തെളിവായിട്ട് വന്നാലും അവിടെയും താൻ കോംപ്രമൈസിനില്ല. എന്തുകൊണ്ട്? ദൈവം അവനെ ബ്രോക്കൺനെസ്സിലൂടെ കടത്തിവിടുകയാണ്. There is a result, a greater purpose. ഒരു വലിയ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ദൈവം അവനെ എന്ത് ചെയ്യുകയാണ്? അവനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. തകർച്ച, നുറുക്കപ്പെടൽ വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അത് ഏറെ മുഖത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നുറുക്കപ്പെടൽ അതിൻ്റെ അവസാനമല്ല. നുറുക്കപ്പെടൽ കഴിഞ്ഞിട്ട് ഒരു വിശ്വാസ ജീവിതം ഇല്ലാഞ്ഞിട്ടല്ല. There is a life. ഇതും കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടൊരു ജീവിതമുണ്ട്.
ഇത് അതിന്റെ തന്നെ അവസാനമല്ല. എല്ലാം തീർന്നു പോയി എന്ന് വിചാരിക്കേണ്ടതില്ല. മുറുക്കം വരുമ്പോൾ, ബ്രോക്കൺനെസ് വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. ദാറ്റ് ഇസ് നോട്ട് ദി എൻഡ്. നമ്മുടെ കർത്താവ് അതിനപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവനാണ്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല. പുകയുന്ന തിരി അവൻ കെടുത്തു കളകയില്ല. ദൈവത്തിന് ആവശ്യമുണ്ട്. അയ്യോ കർത്താവെ, ഞാൻ ചതഞ്ഞുപോയി, മതി, ചതഞ്ഞത് മതി. അല്ല കർത്താവെ, ഞാൻ പുകഞ്ഞുപോയി, പുകയുന്നത് മതി. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഇതിനെ ശരിയാക്കാൻ സാധിക്കും. മനോഹരമായ നാദങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് ആകും. പക്ഷെ വിട്ടുകൊടുക്കുമോ? വിൽ യു സബ്മിറ്റ് യുവർ ബ്രോക്കൺനെസ് ബിഫോർ ഗോഡ്? കർത്താവെ, ഞാൻ തകർന്നിരിക്കുകയാണെന്ന് ദൈവത്തിന് മുമ്പാകെ ഒന്ന് പറയാൻ മനസ്സ് വയ്ക്കോ? ഐ എം ബ്രോക്കൺ, എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. സമ്മതിക്കാമോ? എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്താ സംഭവിക്കുന്നതെന്ന്? നിങ്ങളുടെ ബ്രോക്കൺനെസ്സിന് കാരണം നിങ്ങൾ തന്നെ അല്ലാതിരിക്കെ, ഒരെത്തും പിടിയും കിട്ടാതിരിക്കെ കർത്താവിനോട് പറയാം, കർത്താവേ, ഇതൊക്കെയാണ് സ്ഥിതി. ഹി നോസ് എവറിത്തിങ് വെൽ. ആരുടെയും ഉപദേശം ആവശ്യമില്ല, ആരുടെയും വ്യാഖ്യാനം ആവശ്യമില്ല, ആരുടെയും എന്താവശ്യമില്ല? അതിന് ശുശ്രൂഷ ആവശ്യമില്ല. ഹി നോസ് എവറിത്തിങ്, എ ടു ഇസഡ്. ഹി നോസ് വെൽ. നിങ്ങളുടെ തകർച്ചകൾ ദൈവത്തിന് മുമ്പാകെ കൈമാറണോ? ഹി വിൽ ബി ഹാവിങ് ഗ്രേറ്റർ പ്ലാൻസ് ഫോർ യു. He will be making you there for his better purposes. He will be with you always. He will be so close to you. നിങ്ങളോട് വളരെ അടുത്തുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ബ്രോക്കൺനെസ്സിലൂടെ കടന്നു പോകുന്നവരെ കണ്ടിട്ട് ചിരിക്കരുത്, പരിഹസിക്കരുത്. അവരുടെ ജീവിതത്തിൽ ബ്രോക്കൺനെസ് ദൈവം അനുവദിക്കുന്നെങ്കിൽ ദൈവത്തിന് ചില പർപ്പസുകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ അതിനെതിരെ ആക്രോശിക്കരുത്. അവനെ ഞാൻ തകർത്ത് കളഞ്ഞു എന്ന് പറയരുത്. ദൈവത്തിന് വേറെ മെച്ചമായ പദ്ധതികളുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റക്കാരായി തീർന്നു എന്ന് വന്നേക്കാം. അതുകൊണ്ട് ഈ പകൽക്കാലം ബ്രോക്കൺനെസ്സിന്റെ മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നെങ്കിൽ ദൈവത്തെ സംശയിക്കേണ്ടതില്ല. ദൈവം ചിലപ്പോൾ അനുവദിക്കുന്നത് നമ്മെ നന്നാക്കാനായിരിക്കാം. ഓർ ദൈവത്തിൻ്റെ ചില പദ്ധതികളിൽ നമ്മെ ഭാഗഭാക്കാക്കാൻ വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. നാം മിടുക്കരാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ല മിടുക്ക് ശരിയല്ല, ഇച്ചിരി കൂടെ ഉണ്ട് യോബേ എന്ന് പറയാനായിട്ട് ദൈവം ചാരത്തിലിരുത്തിയെന്ന് വന്നേക്കാം. എന്നാൽ ആഷസ് വിൽ ബി ടേൺ ടു ബ്യൂട്ടി. യോബിന്റെ ജീവിതത്തിൽ നിങ്ങൾ നോക്കുക, എത്ര മനോഹരമാണ് പിന്നത്തെ അനുഭവങ്ങൾ. താനിതെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നു. ഇനി ആർക്കും സംശയിക്കേണ്ട കാര്യമല്ല. സാത്താനും സംശയിക്കേണ്ട, ഭാര്യയും സംശയിക്കേണ്ട, കൂട്ടുകാരും സംശയിക്കേണ്ട, വേർപാടുകാരും സംശയിക്കേണ്ട. ഇറ്റ് ഈസ് ഫോർ ഹിസ് ബെറ്റർമെന്റ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ആലോചന നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുകയാണെങ്കിൽ അത് ഏറ്റെടുത്തിട്ട് ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തരായിട്ട് നമുക്ക് നിൽക്കാം. നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്. ഇതെല്ലാ കാലത്തും ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കേണ്ടതില്ല. എല്ലാ കാലവും ഇങ്ങനെ പോകുമെന്ന് വിചാരിക്കേണ്ട. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഇങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത്? സാരമില്ല, നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. അപ്പുറത്തേക്ക് കടത്തിവിടുവാൻ ദൈവത്തിന് മനസ്സ്. മാത്രമല്ല, കർത്താവ് വാതിൽക്കലായിരിക്കുകയാണ്. അവന്റെ നാദം കേൾക്കുവാൻ നമുക്ക് കാതോർക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ.